സംസ്ഥാനത്തെ കൊടും ചൂടിന് നേരിയ ശമനമുണ്ടായി. വേനൽ മഴയ്ക്ക് പിന്നാലെ ഉയർന്ന താപനില മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പിൻവലിച്ചുവെന്നാണ് വിവരം. ലോഡ് ഷെഡിംഗിൽ അന്തിമ തീരുമാനമെടുക്കാൻ KSEBയുടെ നിർണായക യോഗം ഇന്ന് ചേരുകയാണ്. കൂടുതൽ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തർ തത്സമയം ചേരുന്നു. ഷഫീദ്, ഗുഡ് മോർണിംഗ്. പറയൂ ഷഫീദ്. വെരി ഗുഡ് മോർണിംഗ്. കൊടും ചൂടിൽ വെന്തുരുകുകയായിരുന്നു കേരളം. അക്കാര്യത്തിൽ ഒരു ആശ്വാസം ഉണ്ടാകുന്നു എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പായി ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വിവരം. ആഴ്ചകളായി നിലനിന്നിരുന്ന ഉയർന്ന താപനില മുന്നറിയിപ്പുകൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പിൻവലിച്ചിട്ടുണ്ട്. വേനൽ മഴ സജീവമായതും ആന്ധ്രയ്ക്കും കർണാടകത്തിനും മുകളിൽ സ്ഥിതി ചെയ്യുന്ന പ്രതിചക്രവാതത്തിന്റെ സ്വാധീനം കുറയുന്നതുമാണ് ചൂട് കുറയാൻ കാരണമെന്നാണ് നിഗമനം. സംസ്ഥാനത്ത് ഇന്നും ഒറ്റപ്പെട്ട ഇടിമിന്നലോടുകൂടിയ മഴ അത് പ്രവചിക്കുന്നുണ്ട്. വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഴയ്ക്കൊപ്പം ഇടിമിന്നലും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശമുണ്ട്. അതേസമയം പാലക്കാട്, അതേപോലെ തന്നെ കൊല്ലം തുടങ്ങിയ ജില്ലകളിൽ ആളുകൾ കൂടുതൽ മുൻകരുതലുകൾ അത് ചൂടിന്റെ അല്ലെങ്കിൽ ഉഷ്ണതരംഗത്തിന്റെ കാര്യത്തിൽ സ്വീകരിക്കണമെന്നൊക്കെയുള്ള ഒരു അറിയിപ്പും ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗമായിട്ടുണ്ടായിട്ടുണ്ട്. അതിനൊപ്പമായിരുന്നു നമുക്കറിയാം മലയാളിയുടെ ഇപ്പോഴത്തെ അവസ്ഥ കുറച്ച് കഷ്ടമായിരുന്നു. പ്രത്യേകിച്ച് കൊടും ചൂടും, പുറത്തിറങ്ങിയാൽ പാമ്പും, അകത്തും പാമ്പും, അതിനൊക്കെ ഒപ്പമാണ് ഈ ലോഡ് ഷെഡിംഗ് എന്നുള്ള കാര്യത്തിലേക്ക് ഇന്നലെ KSEB കടന്നത്. ഈ അപ്രഖ്യാപിതവും അതേപോലെ തന്നെ പ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് തമ്മിലുള്ള വിവാദങ്ങളടക്കമുള്ള കാര്യങ്ങൾ സജീവമായ പശ്ചാത്തലത്തിൽ നമുക്കറിയാം കേരളത്തിലെ ആഭ്യന്തര വൈദ്യുതി ഉൽപ്പാദനത്തിന്റെ അടക്കം കാര്യത്തിൽ വലിയ പ്രതിസന്ധി നേരിട്ടിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്നലെ ചേർന്ന ഒരു യോഗം ലോഡ് ഷെഡിംഗ് ആകാമെന്ന് തീരുമാനിച്ചത്. പീക്ക് അവറിൽ 30 മിനിറ്റിൽ താഴെ നേരം ലോഡ് ഷെഡിംഗ് നടത്താനാണ് തീരുമാനം. സ്റ്റേറ്റ് ലോഡ് ഡെസ്പാച്ച് സെന്റർ ചീഫ് എഞ്ചിനീയർക്ക് കഴിഞ്ഞ ദിവസം യോഗം അനുമതി നൽകിയിരുന്നു. ഈ സ്ഥിതിഗതികൾ അത് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ എല്ലാ ദിവസവും വിലയിരുത്തണമെന്നൊക്കെയുള്ള കാര്യങ്ങൾ അതും പറഞ്ഞിരുന്നു. ഏതായാലും അതടക്കമുള്ള കാര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇന്നും അത് സംബന്ധിച്ച ചില യോഗങ്ങൾ ചേരും. സംസ്ഥാനത്തിന്റെ ആഭ്യന്തര വൈദ്യുതി ഉൽപ്പാദനം, അതേപോലെ തന്നെ ഉപഭോഗ റേഷ്യോ അടക്കമുള്ള കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ടായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ ലോഡ് ഷെഡിംഗ് എത്ര നേരം വേണമെന്നുള്ള കാര്യം തീരുമാനിക്കുക. ഡാമുകളുടെ അവസ്ഥ പഴയപടി എത്താതെ ഇനി ഏതെങ്കിലും തരത്തിൽ വൈദ്യുതിയുടെ കാര്യത്തിൽ പ്രതിസന്ധി ഒഴിവായി എന്ന് പറയാൻ കഴിയില്ല എന്നുള്ളതാണ് വൈദ്യുതി വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ ഇക്കാര്യത്തിലെ വിലയിരുത്തൽ. ഏതായാലും അതടക്കമുള്ള കാര്യങ്ങളുണ്ട്. അങ്ങനെ ഈ ചൂടിന്റെ കാര്യത്തിൽ ഒരു ആശ്വാസമുണ്ടെങ്കിലും വൈദ്യുതിയുടെ കാര്യത്തിൽ സംസ്ഥാനത്ത് അങ്ങനെ ഒരു ആശങ്ക നിലനിൽക്കുന്നുമുണ്ട്. SK. ഷഫീദ് റാവുത്തർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.